ഇതാണ് ആ പാലം. ഫുള്ള് ഇരുമ്പിൻ്റെ റൗണ്ട് വെച്ചിട്ട് കുറേ ദൂരം അങ്ങോട്ട് ഉണ്ട് കേട്ടോ. അവനാണെങ്കിൽ കുറേ ചേട്ടന്മാർ വണ്ടി നിർത്തി ഫോട്ടോ എടുക്കാനും സംസാരിക്കാനും ഒന്നും സപ്പോർട്ട് ചെയ്തോണ്ട് ഞാൻ നിന്നാണ്. അപ്പോൾ ഇതാണ് സ്ഥലം. നമുക്ക് ചോദിക്കണം, പോയി നോക്കാം. സംഭവം പാലം കൊള്ളാട്ടോ. താഴെ നല്ല പുഴയ്ക്കുണ്ട്. കാരണം ചെറിയ കയറ്റം പോലെ സമയം ചവിട്ടി നീങ്ങണില്ല. ഞാൻ കയ്യിൽ മൊബൈൽ പിടിച്ചാനെ. കാരണം ഒരു കിടക്കാച്ചി പാലം പൂന്തൂർ അവിടെ ഹെവി ആണ് കേട്ടോ. 1 കിലോമീറ്റർ ഉണ്ട് തോന്നി ഈ പാലം. ഇങ്ങനെ നമ്മൾ മലയാളീസ് കാണാനുള്ള കുറവായിരിക്കാം. അയ്യോ, താഴെ വലിയ പുഴയാണ്. ചെറിയൊരു കയറ്റം പോയാണ്. നമ്മളെ വണ്ടിക്ക് ചെറിയ കയറ്റം പോലും ചവിട്ടാൻ പറ്റാത്തതാണ് ഈ പ്രശ്നം. ഇപ്പോൾ പാല് ഫുള്ളായിട്ട് കുലുങ്ങോണ്ട് നിൽക്കണം കേട്ടോ. ഞാൻ പാലത്തിൻ്റെ സെൻറ്ററിൽ വന്ന് നിൽക്കാണ്. ആണോ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയത് അടിപൊളി വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ എൻ്റെ പൊന്നോ, സിനിമയിൽ പോലും ഇങ്ങനെ കാണാൻ പറ്റും. അത്രയും കിടക്കാച്ചി ഒരു ലൊക്കേഷൻ. ഇനി പൂന്തോറും ഇങ്ങനെ കുറേ കാണാൻ പറ്റും കേട്ടോ. എന്നൊക്കെയാ ഈ റൈറ്റ് സൈഡ് നോക്കുമ്പോൾ അതേപോലെ തന്നെ. എനിക്ക് വയ്യ. നല്ല കാറ്റ്, ചെറിയ വെയിലാണെങ്കിലും നല്ല കാറ്റ്. പതാക പറക്കലാണ്ടാ. എന്തായാലും അടിപൊളി. നമുക്കൊന്ന് യാത്ര മുന്നോട്ട് പോവാം. ഓക്കെ. അപ്പോൾ കടികളെ കറുത്ത് മെലിഞ്ഞുണ്ട്. അവിടെ ഇവിടേക്ക് സൂര്യാഘാതം പൊള്ളലൊക്കെ ആയിട്ട് ആ ഗംഭീരമായ അവസ്ഥ കേട്ടാ. പറഞ്ഞിട്ട് കാര്യമില്ല. ചൂട് നിൽക്കണമെന്നല്ലേ എന്താ പൊന്നോ, പുറകെ പൊള്ളി പപ്പടായിണ്ട്. അങ്ങനത്തെ അവസ്ഥ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ബരിൻബാങ്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഗോവ ഡിസ്ട്രിക്റ്റിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു വലിയൊരു മലയുടെ മുകളിലാണ്. ആ താഴ്വാരത്ത് തള്ളി കയറ്റി ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ഇനി പോകുന്ന സ്ഥലത്തിൻ്റെ പേര് വായകൊള്ളത്തൊരു പേരാണ്. എന്തായാലും പൂനെ റൂട്ടാണ് പിടിച്ചേക്കണേ. ഉള്ളുവഴി കൂടെ പോകണം. അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം കാണിച്ചിട്ടാ. ഇപ്പം ഞാൻ ഒരു വലിയൊരു കയറ്റം തള്ളി കയറി വന്നു. കയറ്റങ്ങൾ മാത്രമല്ലോ, ഇറക്കളൊന്നും കിട്ടാനില്ല. അപ്പോൾ വന്നപ്പോൾ ഇനി ഇറക്കണ്ട കേട്ടോ അങ്ങോട്ട്. ഇനി ഇവിടുന്ന് നോക്കിയാൽ അയ്യോ ആ അടിവാരം അപ്പുറത്ത് ആ മലയ്ക്ക് കയറിയിട്ടാണ് ഞാൻ വന്നേക്കണം കേട്ടോ. നല്ല അടിപൊളി ഒരു കാഴ്ചയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ വലിയ കാഴ്ച ആയിരിക്കില്ല, പക്ഷേ എനിക്കത് വലിയ കാഴ്ച. കാരണം വെച്ചാൽ ഞാൻ കയറി വന്നല്ലേ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് യാത്ര തുടങ്ങട്ടെ. സമയം 6 മണിയായി. ഇനി ഒരു 5-6 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം കിട്ടാൻ. എന്തല്ലേ ഉഷാറല്ലേ? അപ്പോൾ നമുക്ക് ചെറിയ ഇറക്കിറങ്ങിയിട്ട് അങ്ങോട്ട് പോവാം.